ഈ പ്രസവ ചികിത്സയിലെ പിഴവിനെ തുടർന്നാണ് ആലപ്പുഴ ഓമനപ്പുഴ പൊള്ളയിൽ അനീഷിന്റെ ഭാര്യ ഫേബ എന്ന 29കാരി മരിക്കുന്നത്. പരാതിയുമായിട്ടാണ് ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 മാസം പ്രസവത്തിന്റെ ഗർഭിണിയായ 5 മാസം മുതൽ ചികിത്സയിലായിരുന്നു ഈ ഫേബ. അവിടുത്തെ ഡോക്ടർമാരാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആലപ്പുഴയിൽ നിന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്തതിനു ശേഷമാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗം കോട്ടയം മെഡിക്കൽ കോളേജിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന്റെ വയറിന്റെ കുടലിന് എന്തോ ചീർപ്പ് പോലെ കണ്ടെത്തി. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത്. അവിടെ ആയിരുന്നു ചികിത്സ. കഴിഞ്ഞ ശനിയാഴ്ച ഈ ഫേബയെ പ്രസവത്തിനായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. അപ്പോൾ മുതൽ ചികിത്സ വേണ്ടത്ര രീതിയിൽ ലഭിച്ചില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആക്ഷേപം. ഇന്നലെ പ്രസവത്തിന്റെ സമയത്ത് ലേബർ റൂമിലേക്ക് കയറ്റുന്നതിന് മുമ്പ് പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേദന ഉണ്ടാവുകയും ഒപ്പം തന്നെ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഒരു വിവരവും ഈ ബന്ധുക്കളെ അറിയിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഇത്രയും സ്ഥിതി ഗുരുതരമാണ് എന്നുള്ള വിവരം അറിയിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ. ഒന്ന്, അതേസമയം തന്നെ ഈ കുഞ്ഞ് പ്രസവം നടത്തി എന്ന് പറയുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ ശസ്ത്രക്രിയ ചെയ്തു എന്നും പറയുന്നു. ഇത് രണ്ടിനെ സംബന്ധിച്ചുള്ള അവ്യക്തത ബന്ധുക്കൾക്കുണ്ട്. ആ അമ്മ പറയുന്നുണ്ട്, ഈ മറ്റേ ഫേബയുടെ അമ്മ ബിൻസി നമ്മളോട് പറയുന്നത് അങ്ങനെയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയത്തില്ല. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഈ അമ്മ മരിച്ചതിന് ശേഷം, അതായത് ഫേബ മരിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുത്തത് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. എന്താണെങ്കിലും ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഇവരെ ആരോപിക്കുന്നത്. നോർമൽ പ്രസവം നടക്കുമെന്ന് അറിയിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത് എന്നാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ ശസ്ത്രക്രിയ ചെയ്യുമായിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഹൃദയസ്തംഭനം ഉണ്ടായതായി ഡോക്ടർമാർ പറഞ്ഞതായി ഇവർ പറയുന്നുണ്ട്. അതായത് അങ്ങനെയാണ് ഈ ഫേബ മരിച്ചത് എന്നും ഡോക്ടർമാർ പറഞ്ഞതായി അനീഷ, അതായത് ഈ ഫേബയുടെ ഭർത്താവ് അനീഷ നമ്മളോട് വെളിപ്പെടുത്തി. അതായത് പോലീസിലും ആശുപത്രി സൂപ്രണ്ടിനും ഇവര് പരാതി നൽകിയിട്ടുണ്ട്. ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. മൃതദേഹം ആലപ്പുഴ അർത്തുങ്കലുള്ള സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഫേബയുടെ രണ്ടാമത്തെ പ്രസവമാണിത്. ആദ്യത്തെ കുഞ്ഞിന് 7 വയസ്സുണ്ട്. ഈ ഫേബയുടെ സംസ്കാര ചടങ്ങുകൾ, ഫേബയുടെ പിതാവ് വിദേശത്താണ്. അദ്ദേഹം എത്തിച്ചേർന്നതിന് ശേഷം നാളെ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ അതുപോലെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? ബന്ധുക്കൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ദേവിക പറഞ്ഞത്, അതായത് ഡോക്ടർമാർ പറഞ്ഞതായിട്ട് ഈ ബന്ധുക്കൾ പറയുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ വ്യക്തമാകും എന്നാണ് പറയുന്നത്. എന്നാലും ഈ കുഞ്ഞിന് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന്റെ വയറ്റിൽ ചെറിയ തടിപ്പ്, അല്ലെങ്കിൽ ഈ കുടലിന് ചെറിയ തടിപ്പുണ്ട്. അത് കാരണമാണ് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ ഫേബയെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, പ്രസവത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. അതായത് ആശുപത്രിയുടെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല.